ഗർഭമാവാൻ ബുദ്ധിമുട്ട്, ആ. അത് മാത്രമല്ല കുഞ്ഞിന് പ്രോബ്ലംസ് ഉണ്ടാവാം, കുഞ്ഞിന് PCOS ഉണ്ടാവാം, ഓ. പിന്നെ ഭാവിയിൽ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടാവുക, ഡയബറ്റീസ് ഉണ്ടാവുക, സ്ട്രോക്ക് ഉണ്ടാവുക, റിക്കറന്റ് അബോർഷൻസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലൈഫ് ലോങ് കോംപ്ലിക്കേഷൻസ്. ചില ആൾക്കാർക്ക് 3 ഡേയ്സേ ഉണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് 5 ഡേയ്സ് ഉണ്ടാവും, ചിലർക്ക് 7 ഡേയ്സ് ഉണ്ടാവും. ഇതിൽ എന്തെങ്കിലും ഒരു ഇതാണ് നോർമൽ അങ്ങനെയുണ്ടോ? പീരിയഡ്സിന്റെ ഇടയിൽ പ്രഗ്നന്റ് ആവാനുള്ള പോസിബിലിറ്റി ആൻഡ് ഹൗ സേഫ് ഇസ് യൂട്രസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാവുക നമ്മൾ പറയും. ഇതൊക്കെ ക്യാൻസറസ് ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണോ? സി ദർ ആർ ഫീമെയിൽസ് റൈറ്റ് ബിഫോർ പീരിയഡ്സ് അവർക്ക് വളരെ ലിബിഡോ കൂട്ടുന്ന ആൾക്കാരുണ്ട്. റൈറ്റ് ബിഫോർ പീരിയഡ്സ് തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട്. ഡ്യൂറിങ് പീരിയഡ്സ് ചെയ്യാൻ തോന്നുന്ന ആൾക്കാരുണ്ട്. ഓവുലേഷൻ്റെ സമയത്ത് തോന്നുന്ന ആൾക്കാരുണ്ട്. ഈ മെഡിക്കേഷൻ എത്രത്തോളം സേഫ് ആണ് ആൻഡ് നമുക്കത് എത്ര പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ആൻഡ് യൂഷ്വലി എ ലോട്ട് ഓഫ് പീപ്പിൾ സേ ദാറ്റ് ദേ ഗെറ്റ് ബ്രൗൺ പോലത്തെ ഡിസ്ചാർജ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പീരിയഡിന്. ഇസ് ഇറ്റ് നോർമൽ? ശരിക്കും വിമന്റെ ഫെർട്ടിലിറ്റി വിൻഡോ എപ്പോഴാണ്? സി പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു പ്ലഷറബിൾ സെക്സിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അല്ലാതെ തിരിച്ചല്ലല്ലോ. നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു കാര്യമല്ല. രണ്ടുപേർക്കും ഒരേ മനസ്സോട് കൂടിയിട്ട് അവർ ചിലപ്പോൾ ഒരുപാട് ട്രൈ ചെയ്യണം എന്നില്ല. ഒരാൾക്ക് ചിലപ്പം മടുത്തു പോകും, ചിലപ്പം ഫിസിക്കലി ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഹലോ, വെൽക്കം ടു യു ഇൻ യു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒരുപാട് സ്ത്രീ രോഗങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ്, അത് PCOD അങ്ങനത്തെ ഇഷ്യൂസ്, ഫെർട്ടിലിറ്റി ഇഷ്യൂസ്, ലോ ലിബിഡോ, ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് അതോറിറ്റി ഉള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഗൈനക്കോളജിസ്റ്റ് ആണ് ജിത വിനീത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ബേസിക് ആയിട്ട് ഒരു ഹോർമോൺസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിലും പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ ഹോർമോൺസ് നമ്മൾ സ്ത്രീകൾക്കുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഏതൊക്കെയാണ് ഒരു 3-4 ഹോർമോൺസ് ദാറ്റ് ഇസ് റണ്ണിങ് ദ ഷോ? ഓക്കെ. സ്ത്രീകളുടെ ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര പോലെയാണ്. ദർ ലോഡ് ഓഫ് കോമ്പണൻസ് എല്ലാം കൂടെ വർക്ക് ചെയ്താലാണ് നല്ല മ്യൂസിക് വരുള്ളൂ. പക്ഷേ 3, 4 എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് മേ ബി ഇൻസുലിൻ. ഓക്കെ. ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഒരു എസെൻസ് ഓഫ് സ്ത്രീ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോൺ ആണ്. ഓക്കെ. നമ്മുടെ സ്കിൻ നന്നായിരിക്കുന്നത്, ബോൺ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത് എല്ലാം ഈസ്ട്രജൻ കാരണമാണ്. നമ്മൾ ഗൈനക്കോളജിസ്റ്റേ ഈസ്ട്രജൻ ഈശ്വരനാണെന്നാണ് പറയുക സ്ത്രീകൾക്ക്. പ്രഗ്നൻസിയിൽ യൂട്രസിൻ്റെ ലൈനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്, കുഞ്ഞിൻ്റെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പ്രൊജസ്ട്രോൺ ആണ്. ഈ ഈസ്ട്രജൻ്റെ ഇഫക്ട്സിനെ ബാലൻസ് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ഓക്കെ. മൂന്നാമത്തേത് ടെസ്റ്റോസ്റ്റിറോൺ. നമുക്കറിയാം മെയിൽസിൻ്റെ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. പക്ഷേ സ്ത്രീകൾക്കും ടെസ്റ്റോസ്റ്റിറോൺ ആവശ്യമാണ്. നോട്ട് ടു മച്ച്, നോട്ട് ടു ലെസ്. നമ്മുടെ ഡ്രൈവ്, അംബീഷൻ, പാഷൻ, അതേപോലെ സെക്സ് ഡ്രൈവ്, ലിബിഡോ, ഇതൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ കാരണമാണ് നമുക്കുണ്ടാവുന്നത്. പിന്നെ കുറേ മെറ്റബോളിക് ഹോർമോൺസ് ഉണ്ടെങ്കിലും ഇൻസുലിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ്, തടി കൂടുക, വയറിലൂടെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക, ഇതൊക്കെ ഇൻസുലിൻ ഹോർമോൺ കാരണമാണ്. പിന്നെ ഇതല്ലാതെ ഇപ്പോൾ തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, FSH, LH, AMH ഇഷ്ടംമാതിരി ഹോർമോൺസ് സ്ത്രീകൾക്കുണ്ട്. PCOD എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കെയിം ലൈക്ക് ദ ന്യൂ നോർമൽ. ആസ് ഇൻ നമ്മൾ ആരോട് ചോദിച്ചാലും അവർക്ക് എല്ലാവർക്കും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആൻഡ് നൗ ഇറ്റ്സ് കോൾഡ് PMOS. യെസ്. അപ്പോൾ ശരിക്കും ഇത് ഒരു ഹോർമോണൽ ഇംബാലൻസ് എന്നുള്ളതാണോ, അതോ നമ്മൾ മുന്നേ ഡയഗ്നോസ് ചെയ്താൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ഇതിപ്പം പറയുമ്പം പീരിയഡ്സ് ഡിലേ ആവണോ അല്ലെങ്കിൽ പീരിയഡ്സ് വരണില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇമോഷണലി പ്രശ്നങ്ങളുണ്ട്. നമ്മളെ മൂഡ് സ്വിങ്സ്, മൂഡ് ഇസ് നോട്ട് ഇവൻ സ്വിങ്ങിങ്, ഇറ്റ്സ് അപ്സൈഡ് ഡൗൺ അറ്റ് ടൈംസ്. ആൻഡ് കുറേ പ്രശ്നങ്ങൾ സ്കിന്ന് റിലേറ്റഡ് ആയിട്ട്, ഹെയർ, ഇതെല്ലാം ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ഗോയിങ് ത്രൂ ദിസ്. അപ്പോൾ ശരിക്കും ഇത് ഒരു ബെറ്റർ ഡയഗ്നോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണോ, ലൈഫ് സ്റ്റൈൽ ആണോ, ഹോർമോൺ ആണോ, എന്താണ്? സോ PCOD അല്ലെങ്കിൽ ഇപ്പോൾ PMOS എന്ന് പറയുന്നത് ബേസിക്കലി ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതിന്. ജനറ്റിക്സ് ഉണ്ട്, അതും പോളിജനറ്റിക് ആണ്. അത് സിംഗിൾ ജീൻ അല്ല, പല ജീൻസ്. അപ്പോൾ അതിൽ നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിൻ്റേത്, അതേപോലെ അണ്ടവളർച്ചയുടെ ജീൻസ്, പല ജീൻസും ഇതിൽ ഇൻവോൾവ് ആണ്. പ്ലസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഹാബിറ്റ്സ് കൂടെ കൂടുമ്പോഴാണ് ഇത് എവിഡൻറ്റ് ആവുന്നത്. യെസ്. നമ്മൾക്ക് ഇപ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല, ഇരുന്നിട്ടുള്ള ജോലികളാണ് കൂടുതൽ ചെയ്യുന്നത്. അടിവയറിൽ നിറയെ കൊഴുപ്പുള്ളത്, ഭക്ഷണം കുറേ ജങ്ക് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക,
പിന്നെ രാത്രി ഉറക്കക്കുറവ്, സ്ട്രെസ്സ്. അപ്പോൾ ഇതൊക്കെ കൂടെ ഒരുമിച്ചാവുമ്പോൾ PCOD കുറച്ചുകൂടെ എവിഡൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഡയഗ്നോസിസ് കുറച്ചുകൂടെ കൂടുതലാണ്. പണ്ടൊക്കെ ഇപ്പം പീരീഡ്സ് റെഗുലർ ആണെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കൊന്നുമില്ല. അവർ വെയിറ്റ് ചെയ്യും. 2-3 മാസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പീരീഡ്സ് വരും. അപ്പോൾ അത്രയ്ക്കൊരു കെയർ ഉണ്ടായില്ല. പക്ഷെ ഇപ്പം എല്ലാവരും വളരെ എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ കെയർഫുൾ ആണ്. അവർ വരും, ഡയഗ്നോസ്ഡ് ആവും. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അൾട്രാസൗണ്ട് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ പഴയ പോലെയല്ല. നമ്മളൊരു കുഞ്ഞു ഫോളിക്കിളിനെ വരെ നമ്മൾ കണ്ടുപിടിക്കും. സോ ഈ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലൊക്കെ ഇത്ര ഫോളിക്കിൾസ് വേണം അൾട്രാസൗണ്ട് എന്നൊക്കെ ഉള്ളത് അത് നമ്മൾ കണ്ടുപിടിക്കും. സോ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് ഇറഗുലർ പീരിയഡ്സ് വരിക, ഓവുലേഷൻ്റെ പ്രോബ്ലംസ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഹൈപ്പർ ആൻഡ്രോജനിസം, അതായത് ആണുങ്ങൾക്കുള്ള ഹോർമോൺസിൻ്റെ കൂടുതൽ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതാണ് ഈ ആക്നെ, കുരുവരിക, അതേപോലെ അൺവാണ്ടഡ് ഹെയർ. അൺവാണ്ടഡ് ഹെയർ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത സ്ഥലത്ത് ഉണ്ടാവും ചെയ്യും, ശരിക്കും വേണ്ട സ്ഥലത്ത് ഉണ്ടാവില്ല. അപ്പോൾ അൺവാണ്ടഡ് ഹെയർ. പിന്നെയാണ് ഈ അൾട്രാസൗണ്ട് വരുന്നത്. അൾട്രാസൗണ്ട് നിർബന്ധമല്ല ഡയഗ്നോസിസിന്, ഏതെങ്കിലും 2 ക്രൈറ്റീരിയ മതി. അപ്പോൾ ആദ്യത്തെ രണ്ടും ഉണ്ടെങ്കിലും നമ്മൾ PCOS അല്ലെങ്കിൽ PMOS നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. പക്ഷേ ഈ ഡയഗ്നോസിസ് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ പ്രശ്നം ലൈഫ് ലോങ് കോംപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് ഭാവിയിൽ ഫെർട്ടിലിറ്റീനെ എഫക്റ്റ് യെസ് ഗർഭമാവാൻ ബുദ്ധിമുട്ട്, അത് മാത്രമല്ല കുഞ്ഞിന് പ്രോബ്ലംസ് ഉണ്ടാവാം, കുഞ്ഞിന് PCOS ഉണ്ടാവാം. പിന്നെ ഭാവിയിൽ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടാവുക, ഡയബറ്റീസ് ഉണ്ടാവുക, സ്ട്രോക്ക് ഉണ്ടാവുക, റിക്കറൻറ്റ് അബോർഷൻസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലൈഫ് ലോങ് കോംപ്ലിക്കേഷൻസ് PMOSനുണ്ട്. അതുകൊണ്ടാണ് ഈ പേരുമാറ്റം. അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓവറി, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ഫുൾ ഹോർമോൺസും നമ്മുടെ എല്ലാ ഫുൾ പാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പം PCOD നേരത്തെ നമുക്ക് ഇപ്പം ജീൻസ് നമുക്ക് അമ്മയ്ക്കൊക്കെ ഉണ്ട് വിചാരിക്കൂ, ആൻഡ് നമുക്ക് പീരിയഡ്സ് ഡിലേ ആയി. ഇപ്പം പറഞ്ഞ പോലെ പീരിയഡ്സ് ഡിലേ ആവുക എന്നുള്ളതും അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടാവുക എന്നുള്ളതും തന്നെ ഒരു റീസണാണ്. എന്നാൽ നമ്മൾ മുന്നേ ഇത് മനസ്സിലാക്കിയാൽ ഈ മെഡിക്കേഷൻ എത്രത്തോളം സേഫാണ്, ആൻഡ് നമുക്കത് എത്ര പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, മെഡിക്കേഷനിൽ തന്നെ പോവുക എന്നുള്ളത് ഒരു പോസിബിലിറ്റി ആണോ? അപ്പോൾ എൻ്റെ OPയിലെ എല്ലാ പേഷ്യൻസും വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഡോക്ടർ, കഴിഞ്ഞ വർഷം സ്കാൻ ചെയ്തിരുന്നു, ഇപ്രാവശ്യം പുതിയ സ്കാൻ ചെയ്തു, റിപ്പോർട്ട് ചെയ്താണ്, എൻ്റെ PCOS ഒക്കെ മുഴുവൻ മാറിയില്ലേ? അങ്ങനെയാ ചോദിക്കുക. ഇതിൽ സിസ്റ്റം ഒന്നും കാണണില്ല അങ്ങനെ. സോ നമുക്ക് PCOD മാറ്റാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി മാനേജ് ഇറ്റ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ലൈക്ക്, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ആ ഡിസീസിൻ്റെ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഇൻഹറൻറ്റ് ചാൻസ് അവിടെ ഉണ്ടാവും. പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവാതെ നമുക്ക് നോക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് ബേസ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ ഇറഗുലർ സൈക്കിൾസ്, പീരീഡ്സ് കറക്റ്റ് വരുന്നില്ലെങ്കിൽ നമ്മൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി, ഇപ്പം നമുക്ക് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒക്കെ നോക്കിയാൽ അത് ഹൈ ആണെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കുക. ഇപ്പൊ ആക്നെ, കുരുണ്, അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താണോ സിംറ്റംസ്, ആ സിംറ്റംസ് ആണ് ഈ മരുന്ന് വെച്ചിട്ട് മാനേജ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ്സ് പ്യുവർലി ലൈഫ് സ്റ്റൈലിന്റെ അതാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട്. നമുക്ക് ഈ ലോങ് ടേം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഷ്യൻസ് ചോദിക്കുക, ഇങ്ങനെ ഏതെങ്കിലും മരുന്ന് കലക്കി കുടിച്ചാൽ റെഡി ആവുമോ? എല്ലാവർക്കും ഒരു സിമ്പിളായിട്ട് ആസ് എൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ പുഷ് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. എല്ലാ ദിവസവും ഒരേപോലെ ഫീൽ ചെയ്യില്ല. നമുക്ക് ചിലപ്പം എന്തെങ്കിലും സ്ട്രെസ് വരുമായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് നമുക്ക് ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. ഇങ്ങനെ എല്ലാ സമയത്തും ഇത് വേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി, നമുക്ക് പെർഫെക്ഷൻ വേണ്ട. വേറൊരു കാര്യം പേഷ്യൻസ് പറയുന്നത് വെച്ചാൽ, ഇന്ന് ഒരു ഫുൾ ചോക്ലേറ്റ് ബാർ കഴിച്ചു ഡോക്ടർ, നാളെ തുടങ്ങി ഞാൻ ഷുഗർ കഴിക്കില്ല. ഇറ്റ് ഡസൻറ്റ് വർക്ക് ദാറ്റ് വേ. ആക്ച്വലി നമ്മൾ ഇന്നൊരു ചോക്ലേറ്റ് ബാർ കഴിച്ചാൽ നാളെ ആ സമയമാകുമ്പോൾ നമുക്ക് ബോഡിക്ക് ആ ക്രേവിങ് ഉണ്ടാവും കഴിക്കാൻ. അതിനേക്കാൾ നല്ലതാണ് 2 പീസ് കഴിച്ചിട്ട് ബാക്കി റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ സമയത്ത് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഡയറ്റും ടിൽ നമ്മുടെ ലൈഫിൻ്റെ എൻഡ് വരെ കൊണ്ടുപോയാലാണ് PCOS മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പം തൈറോയിഡ്, സ്ട്രെസ്, സ്ലീപ്പ്, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ എത്രത്തോളം നമ്മുടെ പീരിയഡ്സിനെയും അതുപോലെ ഹോർമോൺസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? തൈറോയ്ഡ് ഹോർമോൺ അബ്സല്യൂട്ട്ലി. TSHന്റെ വേരിയേഷൻസ് നമ്മുടെ പീരിയഡ്സിനെ മാത്രമല്ല, നമ്മുടെ എനർജി ഹൈപ്പർ ആവുന്നതും ഹൈപ്പർ ആവണതും ഹൈപ്പോ ആവണതും പ്രോബ്ലമാണ്. ഇപ്പോൾ ആണെങ്കിൽ കുറേ കുട്ടികൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് പ്രോബ്ലംസ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ തൈറോയിഡിന് എഗൻസ്റ്റ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ്. അത് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, വീറ്റിന് അലർജി, ഗ്ലൂട്ടൻ അലർജി എന്നൊക്കെ പറയണില്ലേ, അതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അങ്ങനത്തെ സാധനങ്ങൾ ഓൺ ദ റൈസ് ആണ് ആക്ച്വലി ഇപ്പം. അപ്പോൾ
തൈറോയിഡ് ഡെഫിനറ്റ്ലി പീരിയഡ്സിന് ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. പിന്നെ സ്ലീപ്പ് ഹൈജീൻ ഈസ് മസ്റ്റ്. നമ്മൾ ഒരു 7 to 8 hours ഉറങ്ങിയിരിക്കണം. ഇപ്പോൾ ഒരു 5 മണിക്കൂറേ ഒരു ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ആഴ്ചയിൽ ഒരു 50 മണിക്കൂർ ഉറങ്ങണം. വീക്കെൻഡ്സ് എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഉറങ്ങി ഉറങ്ങിയിട്ട് അതൊരു കോമ്പൻസേറ്റ് ചെയ്യണം. ഇഫ് ഓക്കെ. നോട്ട് പോസിബിൾ ശരിക്കും ഡെയിലി ഉറങ്ങുന്നതാണ് ശരീരത്തിന് നല്ലത്. ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരുമേ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞാലും ഈ ഫോൺ പിടിച്ചിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ ഈ ഫോണിൻ്റെ ആ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യണം. ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണില്ല ഇത്രയും എക്സ്പോഷർ ടു ലൈറ്റ് ഉള്ളപ്പോൾ. അപ്പോൾ സ്ലീപ്പ് ഹൈജീൻ ഈസ് അഗെയിൻ ഈ പീരിയഡ്സ് റെഗുലർ ആവാനും ഒക്കെ നല്ലതാണ്. മൂന്നാമത്തെ കാര്യം സ്ട്രെസ് എന്താ വെച്ചാൽ സ്ട്രെസ് കൂടുതലുള്ളവർക്ക് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിരിക്കും. ഈ കോർട്ടിസോൾ കാരണവും ഈ ബുദ്ധിമുട്ടുകളും പീരിയഡ്സ് റെഗുലാരിറ്റി ഒക്കെ വരാം. പക്ഷേ സ്ട്രെസ് എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. നമ്മൾ ജീവിക്കുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരു ലെവലിലുള്ള സ്ട്രെസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. സോ മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം, വാട്ട് എവർ വർക്ക്സ് ഫോർ യു. അത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കും ചിലപ്പോൾ ഇഫക്റ്റീവ് ആവുക. അപ്പോൾ അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കും സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് ഈ യൂട്രസ് ആൻഡ് ബ്രസ്റ്റ് ഇത് ആണുങ്ങൾക്കില്ലല്ലോ. ഐ മീൻ അവർക്ക് വരണം എന്നല്ല ഞാൻ പറയണേ, ബട്ട് സ്റ്റിൽ അതും നമുക്കാണ് അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര റേറ്റ് ഭയങ്കര കൂടുതലാണ് അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയണു ബ്രസ്റ്റ് ക്യാൻസറും. ഇത് നമുക്ക് ആൻഡ് ഇറ്റ്സ് മോസ്റ്റ്ലി കുറച്ച് ജെനറ്റിക്കലി ആണോ വരുന്നത്? ഇത് നമുക്ക് യൂഷ്വൽ എക്സാമിനേഷൻസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും ബ്രസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഏർലി സൈൻസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ആൻഡ് ഈ യൂട്രസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാവുക എന്ന് നമ്മൾ പറയും, ഇതൊക്കെ ക്യാൻസറസ് ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണോ? എങ്ങനെയാണ്? ഓക്കെ. ബേസിക്കലി സ്ത്രീകൾക്ക് യൂട്രസ് ക്യാൻസേഴ്സ്, ഓവറിയിലുള്ള ക്യാൻസർ, ബ്രസ്റ്റിലുള്ള ക്യാൻസർ, പിന്നെ സെർവിക്സിൽ യൂട്രസിന് താഴത്തെ ഭാഗത്തുള്ള ക്യാൻസർ. അപ്പോൾ ഇതിൽ ആക്ച്വലി സെർവിക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ടേക്ക് എ വാക്സിൻ. HPV വാക്സിൻ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു 86% സെർവിക്കൽ ക്യാൻസർ വരുന്നത് HPV ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു 20 വർഷത്തിനൊക്കെ ശേഷമാണ്. അപ്പോൾ നമുക്ക് ആ ഇൻഫെക്ഷൻ വരുന്നതിന് നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല? ഇല്ല. അതൊരു വൈറൽ ഇൻഫെക്ഷൻ. നമുക്ക് വാർട്ടൊക്കെ ഉണ്ടാവില്ലേ, അരുമ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ HPV ഇൻഫെക്ഷനാണ്. അപ്പോൾ അത് ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസും ഉണ്ട്, അല്ലാത്ത വൈറസും ഉണ്ട്. ശരിക്കും 21 ഇയേഴ്സിന് ശേഷം വൺസ് ഇൻ 3 years പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യണം സ്ത്രീകൾ. അപ്പോൾ അത് ചെയ്താലും ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ പാപ്സ്മിയറും HPV DNA എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും കൂടുള്ള ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൺസ് ഇൻ 5 years ചെയ്താൽ മതി. ഈ ടെസ്റ്റിങ് 65 വയസ്സാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് സെർവിക്കൽ ക്യാൻസർ ഈതർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് നമ്മൾ ബേസിസ് ഓഫ് ഓൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഈസ് പ്രിവെൻറ്റ് ഇഫ് പോസിബിൾ. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു പ്രിവെൻറ്റ്, ട്രീറ്റ് ഏർലി. അതാണ് നമ്മുടെ ഒരു ബേസ് ലൈൻ. ഇനിയിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഒരു ദിവസം അവർക്ക് വേണ്ടി, ഒരു ദിവസത്തിലും കുറച്ച് മണിക്കൂർ അവർക്ക് വേണ്ടി എല്ലാ മാസവും സ്പെൻഡ് ചെയ്യണം. സോ ഒരു സെൽഫ് ഇവാലുവേഷൻ ഡേ, അതായത് മാസത്തിലൊരു ദിവസം ബെസ്റ്റ് പീരിയഡ്സ് മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ചൂസ് ചെയ്യുക, വീക്കെൻഡോ ഏതെങ്കിലും ഒരു ദിവസം. എന്നിട്ട് കുളിക്കുന്നതിന് മുന്നേ നന്നായിട്ട് മിററിൽ നോക്കുക, ഏതെങ്കിലും പുതിയ ലീഷൻസ് ഉണ്ടോ, എന്തെങ്കിലും സ്പൈഡർ വെയിൻസ് ഉണ്ടോ, അവിടെ എന്തെങ്കിലും ശരീരത്തിൽ പുതിയൊരു ചിലപ്പോൾ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒക്കെയാണ് സ്കിൻ ലീഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക, ഫ്രണ്ടും ബാക്ക് സൈഡൊക്കെ നോക്കുക. ആൻഡ് എക്സാമിൻ ദ ബ്രസ്റ്റ്. അത് വൺസ് എ മന്ത് എന്തായാലും ചെയ്തിരിക്കണം. നമുക്കിങ്ങനെ നിപ്പിൾസൊക്കെ സെയിം ലെവലിലാണോ നോക്കുകയും വേണം, അതേപോലെ എക്സാമിനും ചെയ്യണം. പിന്നെ എന്തെങ്കിലും സെക്രീഷൻസ് ഒക്കെ വരുന്നുണ്ടോ ബ്രസ്റ്റിൽ നിന്ന്, അപ്പോൾ അതൊക്കെ നോക്കുക. ഇനിയിപ്പം നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും, സ്പെഷ്യലി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന്, അമ്മ, ആൻറ്റീസ്, സിസ്റ്റേഴ്സ്, അപ്പോൾ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസറോ ഉണ്ടെങ്കിൽ നമുക്കത് ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ട് ആദ്യം നമുക്ക് ചാൻസ് ഉള്ള ആളാണെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിലും നമുക്ക് അങ്ങനെ ഹിസ്റ്ററി ഉള്ള ഫാമിലിയിൽ നിന്നുള്ള വരുന്ന ആൾക്കാരാണെങ്കിൽ ഏർലി ടെസ്റ്റിംഗ് ചെയ്യണം, മാമോ ചെയ്യണം നമ്മൾ. ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഹിസ്റ്ററി, ഈ പറഞ്ഞ പോലെ എക്സാമിൻ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, യങ്ങർ ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്താൽ മതി. അൾട്രാസൗണ്ട് ബ്രസ്റ്റ് വളരെ സിമ്പിളാണ്, ഒരു 5-10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇഫ് നോട്ട് ഓൾഡർ 40 ഇയേഴ്സിനൊക്കെ മേലെ ആണെങ്കിൽ മാമോ ചെയ്യാം. അതിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി ചെയ്യാം. ഇതിനൊന്നും നമ്മൾ ഒരു തടസ്സവും ചെയ്യാൻ പാടില്ല. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്റ്റ് ചെയ്താൽ വളരെ നല്ല സർവൈവൽ റേറ്റുള്ള ഒരു ക്യാൻസറാണ്.
ഇനി യൂട്രൈൻ ക്യാൻസർ ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് നമ്മളെക്കുറിച്ച് നല്ലൊരു ബോധം വേണം. യൂഷ്വലി പീരീഡ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കും യൂട്രൈൻ ക്യാൻസർ. കാരണം യൂട്രസിൻ്റെ ലൈനിങ്ങിലാണ് ക്യാൻസർ വരിക. യൂട്രസിൻ്റെ ലൈനിങ് ആണ് എല്ലാ മാസവും പീരീഡ്സ് ആയിട്ട് ഷെഡ് ചെയ്യുക. അപ്പോൾ യൂട്രൈൻ ക്യാൻസർ ഉണ്ടെങ്കിൽ സാധാരണ ബ്ലീഡിങ് കൂടുതലോ അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഡിസ്ചാർജോ ദർ വിൽ ബി സം സൈൻസ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചൊരു ശരിക്കും ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കും. അതർവൈസ് ഈ പറഞ്ഞ മാതിരി ജനറ്റിക് ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ വൺസ് എ ഇയർ നമ്മൾ യൂട്രസിൻ്റെ ആണെങ്കിലും സ്കാൻ എടുത്തിട്ട് നോക്കുക. അതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞ മാതിരി CT, MRI, ബയോപ്സി ഒക്കെ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എനി ഇൻക്രീസ് ബ്ലീഡിങ് എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയാണ് നമ്മൾ ഒരു നോർമൽ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. ഡോക്ടർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുകയാണ് എനിക്ക് കുറച്ച് ബ്ലീഡിങ് കൂടുതലാന്ന് പറഞ്ഞാൽ ഈ കുറച്ചെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ എന്ത് ചെയ്യും? ബ്ലീഡിങ് കുറയാനുള്ള മരുന്ന് തരും. പക്ഷേ നമുക്കറിയാം നമുക്ക് എന്താണ് നോർമൽ എന്നുള്ളത്. നല്ല ബ്ലീഡിങ് ഉണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അത് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റ് നമ്മളോട് വന്ന് പറയുന്ന സിംറ്റംസിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ചെറിയ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ ഒരു 5-6 മാസം അതും പിടിച്ചിരിക്കും നമ്മൾ. അതേസമയം ശരിക്കും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് ആദ്യം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനേക്കാൾ ഏറ്റവും റിസ്ക് ഉള്ളത് ഒവേറിയൻ ക്യാൻസറാണ്. ഒവേറിയൻ ക്യാൻസർ യൂഷ്വലി ഒരു സിംറ്റംസും ഉണ്ടാക്കില്ല. അതാണ് ഒരു പ്രോബ്ലം. ഓവറിയുടെ ക്യാൻസറിന് അതാണ് ഒരു പ്രശ്നം. അപ്പോൾ എസിംറ്റമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി ലേറ്റ് ആവും കണ്ടുപിടിക്കാൻ, അല്ലെ ആക്സിഡൻ്റലി കണ്ടുപിടിക്കും. ഈ പറഞ്ഞ മാതിരി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംശയം നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കും. അതാണ് ഒവേറിയൻ ക്യാൻസർ. എഗെയിൻ നമുക്കിങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. വൺസ് എ ഇയർ. ഐ തിങ്ക് വൺസ് എ ഇയർ നമ്മളൊരു ജനറൽ സ്ക്രീനിങ് ഒരു മസ്റ്റാക്കി വെക്കുക. ഒരു ബ്രസ്റ്റിൻ്റെ ഒരു സ്കാൻ ചെയ്യുക, ഒരു അൾട്രാസൗണ്ട് ചെയ്യുക, പാപ്സ്മിയർ വൺസ് ഇൻ 3 years ചെയ്യുക. പിന്നെ നമ്മുടെ ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ, ഈ ഹോർമോൺ പ്രൊഫൈലൊക്കെ ഒന്ന് നോർമലാണോ എന്ന് നോക്കുക. വൈറ്റമിൻ ഡി, തൈറോയിഡ്, ഈ പറഞ്ഞ ലിപ്പിഡ് പ്രൊഫൈൽ, HbA1c. നമ്മളൊരു ജനറൽ നമ്മൾ എന്തിനൊക്കെ പൈസ സ്പെൻഡ് ചെയ്യണോ, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ, ഒരു വാച്ച്, അപ്പോൾ ഇതിന് നമ്മൾ വൺസ് എ ഇയർ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കുക. പറഞ്ഞാൽ ശരിക്കും എന്താണ്? സിസ്റ്റ് പലതരത്തിലുണ്ട്. ഫങ്ഷണൽ സിസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അണ്ടം പൊട്ടിക്കഴിഞ്ഞിട്ട് അതിനുള്ളിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് ഒരു സിസ്റ്റ് പോലെ ആവുക, അല്ലെങ്കിൽ ബ്ലഡ് ഫില്ല് ചെയ്തിട്ട് ഒരു സിസ്റ്റ് പോലെ ആവുക. ഈ ഫങ്ഷണൽ സിസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. നമുക്കത് ഹോർമോൺ ടെസ്റ്റ് ചെയ്താൽ അറിയാം. പല ടെസ്റ്റുകളുണ്ട് സിസ്റ്റ് കുഴപ്പമുള്ളതാണോ കുഴപ്പമില്ലാത്തതാണോ നോക്കാൻ വേണ്ടിയിട്ട്. ബ്ലഡ് ടെസ്റ്റുകളും ഉണ്ട്. അതേപോലെ ഇപ്പോൾ MRI, CT ഒക്കെ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും കുഴപ്പമുള്ളതാണെന്ന്. പിന്നെ ജനറലി സൈസ് നോക്കിയിട്ട് വളരെ ചെറിയ സിസ്റ്റ് ആണെങ്കിൽ യൂഷ്വലി പ്രോബ്ലം ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഓവറിയുടെ കാര്യം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രോബ്ലം ആയതുകൊണ്ട് സിസ്റ്റുകൾ യൂഷ്വലി ഗൈനക്കോളജിസ്റ്റ് വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു സംഭവമാണ്. ഫങ്ഷണൽ അല്ലാന്ന് തോന്നിയാൽ നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സർജറി ഒക്കെ ചെയ്തിട്ട് നോക്കാം. യൂഷ്വലി ഇപ്പോൾ ഒരു ഓവറിയിൽ മാത്രമാണ് സിസ്റ്റെങ്കിൽ അത് എടുത്താലും നമുക്കൊരു സർവൈവിങ് ഓവറി ഉണ്ടാവും. പീരിയഡ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം ഡോക്ടർ ഈ ബ്ലീഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നതാ വാട്ട് ഇസ് നോർമൽ എന്നുള്ളത്. ബിക്കോസ് ചില ആൾക്കാർക്ക് 3 days ഉണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് 5 days ഉണ്ടാവും, ചിലർക്ക് 7 days ഉണ്ടാവും. ഇതിൽ എന്തെങ്കിലും ഒരു ഇതാണ് നോർമൽ അങ്ങനെയുണ്ടോ? ആൻഡ് യൂഷ്വലി എ ലോട്ട് ഓഫ് പീപ്പിൾ സേ ദാറ്റ് ദേ ഗെറ്റ് ബ്രൗൺ പോലത്തെ ഡിസ്ചാർജ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പീരിയഡിന്. ഇസ് ഇറ്റ് നോർമൽ? നമുക്കിപ്പോൾ പീരീഡ്സ് ആവുന്നതേ എല്ലാവർക്കും വേറെ പോലെയാണ്. നമുക്ക് അറിയാം. നമുക്കിപ്പം മെനാർക്കയുടെ സമയം തുടങ്ങിയിട്ട് അത് ഇവോൾവ് ചെയ്ത് വരിക പീരീഡ്സ്. നമ്മൾ സ്ത്രീ ഇങ്ങനെ വരുന്ന പോലെയാണ് പീരീഡ്സും. ഇനിഷ്യലി ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും സാധാരണ. കുറേ ദിവസം പീരീഡ്സ് ഉണ്ടാവും. പിന്നെ അത് ഡേ കുറഞ്ഞു കുറഞ്ഞ് വരും. വെൻ യു ഗോ ടു 30s 40s കുറഞ്ഞു കുറഞ്ഞ് പയ്യെ നിൽക്കുക ചെയ്യുക. ഏത് ഡോക്ടറിനെക്കാളിലും നമുക്കറിയാം നമ്മുടെ പീരീഡ്സ് നോർമലാണ്. ഇഫ് യു ഓൾവേസ് ഹാഡ് 3 to 5 days ബ്ലീഡിങ്, അതിപ്പോൾ കുറഞ്ഞ് 4 days ആയി, ദാറ്റ് ഈസ് നോർമൽ. 3 to 5 days മതി ബ്ലീഡിങ്. അതിൽ കുറവാണെങ്കിലാണ് നമ്മൾ കുറവെന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ അത് എപ്പോഴും അങ്ങനെ കുറവായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതവർക്ക് നോർമലാണ്. അപ്പോൾ നമ്മൾ അതിനൊരു എന്താ പറയുക, അത് നോർമൽ അല്ലാന്ന് നമ്മൾ പറയാറില്ല. ബട്ട് ഇൻ ജനറൽ 3 to 5 days ക്ലോട്ട്സ് ഒന്നും ഇല്ല, ഭയങ്കരമായിട്ട് പെയിൻ ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ പീരിയഡ്സ് നമുക്ക് അതേപോലെ ഡേറ്റ്സ് ഒരു ഏകദേശം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു 3 to 5 weeks ആണ് പീരിയഡ്സിൻ്റെ ടൈം. അതായത് 21 to 35 days. എക്സാക്ട്ലി ഇന്ന ദിവസം പീരീഡ് വരും എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ആവറേജ് ഒരു പ്ലസ് ഓർ മൈനസ് ഇത്രയും ദിവസത്തിനുള്ളിൽ വരും എന്ന് പറയാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പീരീഡ് നോർമലാന്ന് പറയാം. അതായത് ക്യാൻ യു ഗെറ്റ് പ്രഗ്നന്റ് ഡ്യൂറിങ് പീരിയഡ്സ്? പീരിയഡ്സിൻ്റെ ഇടയിൽ പ്രഗ്നന്റ് ആവാനുള്ള പോസിബിലിറ്റി ആൻഡ് ഹൗ സേഫ് ഇസ് എന്താ പറയുക ഒരു സെക്സ് ഡ്യൂറിങ് പീരിയഡ്സ്? റെയർലി യെസ്. റെയർലി യെസ്. ബിക്കോസ് ഈ സ്പേംസ് എന്ന് പറയുന്നത്
ജീവനുള്ള സെൽസ് ആണ്. ഓക്കെ. സോ 3 to 5 ഡേയ്സ് ആ. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ കറങ്ങി നടക്കും. സോ സപ്പോസ് ഒരു സ്ത്രീയുടെ പീരിയഡ്സിന്റെ സൈക്കിൾ 22 ഡേയ്സാ വിചാരിച്ചു. 22 ഡേയ്സ് ആണെങ്കിൽ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ -14 ഡേയ്സ് ആണ്. ഉം. സോ 22 - 14 എത്രയാണ്? ഇപ്പൊ 8 എത്രയാണ്? 8. അല്ലേ? ആ. 8. അപ്പോൾ സപ്പോസ് ഷീ ഹാസ് പീരിയഡ്സ് ഫോർ 5 ഡേയ്സ്. ഉം. 6th ഡേ കോൺടാക്ട് ചെയ്താൽ ഉം. ദർ ഈസ് എ ചാൻസ് ദാറ്റ് ഷീൽ ഗെറ്റ് പ്രഗ്നന്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുക. സോ നമുക്ക് പീരിയഡ്സിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് പീരിയഡ്സ് ആയതിനു ശേഷം ബാക്കിലേക്കാണ് നമുക്ക് ഈ സമയത്താണ് ഓവുലേഷൻ നടന്നതെന്ന് പറയാൻ പറയാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. സോ സിൻസ് ഈ 5 ദിവസമൊക്കെ കറങ്ങി നടക്കണതുകൊണ്ട് ആ. ഓവുലേഷന്റെ സമയത്തിന് 5 ദിവസം മുന്നേ ആണെങ്കിലും ഗർഭമാവാനുള്ള ചാൻസ് ചാൻസ് ഉണ്ടാവും. ഉണ്ട്. ആൻഡ് ഈസ് ഇറ്റ് ഓക്കെ ടു ഹാവ് Why not? അതവർക്ക് up to ആ a couple. സമയത്ത് ലിബിഡോ കൂടുന്ന സ്ത്രീകളില്ലേ? ചില What does that സ്ത്രീകളുണ്ട്. indicate? ദാറ്റ് ഈസ് ബിക്കോസ് നല്ല ലൂബ്രിക്കേഷൻ ഉണ്ടാവും. അവർക്ക് ആ ഒരു ഹോർമോണൽ ആ ഒരു പ്രൊഫൈലായിരിക്കും അവർക്ക് ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവുക. കുറേ സ്ത്രീകളുണ്ട്. സി ദർ ആർ ഫീമെയിൽസ് റൈറ്റ് ബിഫോർ പീരിയഡ്സ് അവർക്ക് വളരെ ലിബിഡോ കൂട്ടുന്ന ആൾക്കാരുണ്ട്. റൈറ്റ് ബിഫോർ പീരിയഡ്സ് തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട്. ഡ്യൂറിങ് പീരിയഡ്സ് ചെയ്യാൻ തോന്നുന്ന ആൾക്കാരുണ്ട്. ഓവുലേഷന്റെ സമയത്ത് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ It's സ്ത്രീയും okay. വ്യത്യാസമാണ്. ഇതിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നവുമില്ല. If you are Up to them. okay with it, you can ജസ്റ്റ് do. ബി കുറച്ചുകൂടെ കോഷ്യസ് ആവുക, Hygienic. ഹൈജീൻ ഒക്കെ നോക്കുക. ആൻഡ് ഇറ്റ്സ് മെസ്സി. സോ ശരിക്കും വിമന്റെ ഫെർട്ടിലിറ്റി വിൻഡോ എപ്പോഴാണ്? ബിക്കോസ് ഇപ്പം എല്ലാവരും വളരെ ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ആൻഡ് കുട്ടികൾ ഉണ്ടാവാനും ദേ ടേക്ക് ദെയർ ഓൺ ടൈം ടു നമുക്ക് ഒക്കെ നമ്മൾ തമ്മിലൊന്ന് റെഡി ആയിട്ട് മതി എന്നുള്ള പോലെ. അപ്പോൾ ശരിക്കും ഒരു ഫെർട്ടിലിറ്റി വിൻഡോ ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഹു നോസ് അബൌട്ട് ദ ബയോളജി ആൻഡ് എവറിത്തിങ് എന്താണ് ശരിക്കും? ശരിക്കും പറഞ്ഞാൽ ഏർലി 20s ആണ്. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ. പക്ഷേ യെസ് നമ്മുടെ കാരിയർ നമ്മൾ പഠിക്കുന്നത് ഒക്കെ ആ പ്രായത്തിലാണ്. പക്ഷേ ഏർലി 20s ടു ലേറ്റ് 20s ആണ് ഏറ്റവും നല്ല ടൈം ടു ഗെറ്റ് പ്രഗ്നൻറ്റ്. പിന്നെ 30-ന് ശേഷം ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഫെർട്ടിലിറ്റിയുടെ ചാൻസസ് കുറയും. പക്ഷെ 35-ന് ശേഷം ദിസ് എ ഷാർപ്പ് ഡിക്ലൈൻ. ആ ഒരു നല്ലൊരു കുറവ് വരും. സോ അറ്റ്ലീസ്റ്റ് 35-ന് മുന്നേ പ്രഗ്നൻ്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് പേഷ്യൻസ് ഇപ്പോൾ കാരിയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതർവൈസ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ലാത്ത കുട്ടികളുണ്ടാവും. പക്ഷെ അവർക്ക് ഭാവിയിലേക്കൊരു ഓപ്ഷൻ വെക്കണം എന്ന് മോഹമുള്ളവർ ഊസൈഡ് ഫ്രീസിങ്ങിന് വരാറുണ്ട്. അതായത് എഗ് ഫ്രീസ് ചെയ്യുക. എഗ് ഫ്രീസ് ചെയ്ത് വെക്കുക. അതായത് ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആഗ്രഹം വരികയാണെങ്കിൽ അത് യൂസ് ചെയ്യാന്നുള്ള പോലെ. അങ്ങനെയാണെങ്കിൽ അതിന് ഏത് ഏജ് ആണ് ഡോക്ടർ നമ്മൾ എപ്പോഴാണോ ഫ്രീസ് ചെയ്യുന്നത് ആ സമയത്തെ അതായത് ആ എഗ്ഗിന് ഉണ്ടാവുക ആസ് ഇൻ അതിന് നല്ല ഏജ് എന്ന് പറഞ്ഞാൽ 20-നും 30-ന്റെ ഇടയിലാണ്. ഈ ഹോർമോൺസ് 20s, 30s, 40s എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? ആൻഡ് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ 40s അല്ലെങ്കിൽ ഒരു ലേറ്റ് 40s ഒക്കെ ആകുമ്പോഴേക്ക് ഈ മെനപ്പോസ് ആ ഒരു അവസ്ഥയൊക്കെ വരുമല്ലോ. അതിന് മുന്നേ നമുക്ക് പീരിയഡ്സ് ആവുമ്പോൾ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ചേഞ്ച് ആവുക? ആൻഡ് നമുക്ക് എങ്ങനെയാണ് അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതായത് ഇത് റെഡ് ഫ്ലാഗ് ആണ്, ഐ നീഡ് ടു സീ എ ഗൈനക്, അങ്ങനെ നമുക്ക് മനസ്സിലാവുക എപ്പോഴാണ്? 20s എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൽ ഹോർമോൺസ് ഉള്ള ഒരു പ്രായമാണ്. Okay. നമ്മൾ ടീനേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഹോർമോൺസ് ഒക്കെ ബാലൻസ്ഡ് ആയിട്ട് നല്ല പീരീഡ്സ് ഒക്കെ റെഗുലർ ആണ്. യുവർ അറ്റ് ദ പീക്ക് ഓഫ് യുവർ ഹെൽത്ത്. ഫെർട്ടിലിറ്റി ആണെങ്കിലും ഉഷാറായിട്ടുള്ള ഏജ് ആണ് 20s എന്ന് പറയുന്നത്. 30s എന്ന് പറയുമ്പോൾ ഹോർമോൺസ് ഒക്കെ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആണ്. 40s-ന്റെ അത്രയും കുറവല്ല, എന്നാൽ 20s-ന്റെ അത്രയും നല്ലതുമല്ല. ഓക്കെ. സോ ഫെർട്ടിലിറ്റി ഒക്കെ ഒരു 35 കഴിയുമ്പം സ്ലോലി കുറയും. സ്റ്റിൽ റെഗുലർ ആയിരിക്കും സൈക്കിൾസ്, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമുക്കിപ്പം 20s നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം രാത്രി 2 മണി വരെ ജോലി ചെയ്താലും നമ്മൾ 5 മണിയാകുമ്പോൾ ഉഷാറായിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ജോലി പരിപാടിക്ക് ചെയ്യാൻ പോവാം. പറ്റും. ആ. യെസ്. പക്ഷെ 30s നമ്മുടെ റിക്കവറി അത്ര ഫാസ്റ്റർ ആയിരിക്കില്ല. സോ യു നീഡ് മോർ റെസ്റ്റ്. 40s ആകുമ്പോൾ നമ്മൾ പെരിമെനപ്പോസിലായി. അപ്പോഴേക്കും നമ്മുടെ ഹോർമോൺസ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും. നമുക്ക് ഒരു സ്റ്റേബിളായിട്ട് റെഗുലറായി പീരീഡ്സ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നേരത്തെ വരും അല്ലെങ്കിൽ ലേറ്റ് ആവും. അതേപോലെ നമ്മുടെ മൂഡും എനർജിയും ഒക്കെ വളരെ ലോ ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ 50s ആകുമ്പോഴേക്കും മോസ്റ്റ് ഓഫ് എസ് ഗോയിങ് ടു മെനപ്പോസ്. 51 to 52 ആണ് ഒരു ആവറേജ് ഏജെങ്കിലും കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ ഒരു 46 വയസ്സൊക്കെയാണ് ഇപ്പം ലേറ്റ്ലി ആവറേജ് ഏജ് വരുന്നത്. Okay, സോ ദെൻ മെനപ്പോസ് ഒക്കെ ആയി ഒരു വർഷം കഴിയുമ്പോഴാണ് ഈ ഹോർമോൺസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആവുള്ളൂ. എങ്ങനെയാണ്, ഹൗ ഡു വി ടേക്ക് കെയർ ഓഫ് ഇറ്റ്? സോ മെനപ്പോസ് അല്ലെങ്കിൽ പെരിമെനപ്പോസ് ഏജിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സസൈസ്.
ഒന്ന് ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഭീകര എക്സസൈസിൻ്റെ ആവശ്യമില്ല, മോഡറേറ്റ് എക്സസൈസ് മതി. ഒരു 30 മിനിറ്റ്സ് ടു 50 മിനിറ്റ്സ് ആഴ്ചയിൽ 5 ദിവസം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് മസ്റ്റായിട്ടും ചെയ്യണം. കാരണം ബോൺ ഹെൽത്ത് വളരെ വീക്കാവും, മസിൽ ഹെൽത്ത് വീക്കാവും, ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ വളരെ കുറയും. അപ്പോൾ BMD എന്ന് പറയും, ബോൺ മിനറൽ ഡെൻസിറ്റി ഒക്കെ വളരെ കുറയും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഫ്രാക്ചറൊക്കെ ആവും മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾ. അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് മസ്റ്റായിട്ടും ചെയ്യണം. ഇതിൻ്റെ കൂടെ കുറച്ച് എറോബിക് എക്സസൈസ്. അതൊരു ഗ്രൂപ്പ് എക്സസൈസ് ആണെങ്കിൽ ഇന്നും നല്ലതാണ്. ലൈക്ക് സുംബ, എല്ലാവരും കൂടെയുള്ള ഒരു ഡാൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടർ സുംബ, മെഡിറ്റേഷൻ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ. ആൻഡ് ഇഫ് യു ഹാവ് അതർ പ്രോബ്ലംസ്, ഇപ്പം ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലോണം മാനേജ് ചെയ്യണം. പിന്നെ നമ്മുടെ മൂഡ്സൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോവുക, വട്ട് എവർ മേക്സ് യു ഹാപ്പി. ഐ സജസ്റ്റ് ദാറ്റ് വിമൻ മേക്ക് അതർ വിമൻ ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉള്ളവരെ ജനറലി ഹാപ്പിയർ ആയിട്ട് കാണാറുണ്ട്. അല്ലേ? ഈ ബർത്ത് കൺട്രോൾ പിൽസിനെ കുറിച്ചിട്ട് 2 തരത്തിൽ ഞാൻ കഴിഞ്ഞ തവണ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കിയ സമയത്ത് ഇത് ചിലപ്പം നമ്മളെ ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാൻ ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. ആസ് ഇൻ ഈ നമുക്ക് പെരിമെനപ്പോസ് ഒക്കെ ഉള്ള സമയത്ത് ഉള്ള ഒരു തിയറി പറഞ്ഞിരുന്നു. തിരിച്ച് ഇത് നമ്മൾ കഴിക്കുമ്പോൾ പിന്നീട് ഒരു ലോങ് ടേമിൽ നമുക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ടെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിൽ എന്താണ് മിത്ത്? എങ്ങനെയാണ് ശരിക്കും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ആൻഡ് ഈസ് ഇറ്റ് അഡ്വൈസബിൾ? ഓക്കെ. ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൺലി പോസസ് ഓവുലേഷൻ. അതായത് അണ്ടവളർച്ച പോലത്തെ കാര്യങ്ങൾ, ജസ്റ്റ് ഒരു പോസ്, അത്രയേ ഉള്ളൂ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ചെയ്യുന്നത്. അതിന് ലോങ് ടേം ഇഫക്ട്സ് ഇല്ല. നമുക്ക് 5 വർഷം വരെ ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 5 വർഷം വരെ ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളില്ല. അൺലെസ് അതേപോലെ എൻഡോമെട്രിയോസിസിൽ വേദന കുറയ്ക്കാൻ വേണ്ടി കഴിക്കാം, ഭയങ്കര ബ്ലീഡിങ് കൂടുതലുള്ളവർക്ക് ബ്ലീഡിങ് കുറവാക്കാൻ വേണ്ടി കഴിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ യൂസസ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസിനുണ്ട്. പക്ഷേ ഇത് കഴിച്ചു വെച്ചിട്ട് നമ്മൾ നിർത്തുന്ന മാസം തുടങ്ങിയിട്ട് സാധാരണ ഓവുലേഷൻ റെസ്യൂം ചെയ്യും. അതിനൊരു ലോങ് ടേം ആയിട്ടുള്ള, അതായത് ഇത് കഴിച്ചു വെച്ചിട്ട് ഗർഭമാവാത്ത പ്രശ്നമൊന്നുമില്ല. ഫെർട്ടിലിറ്റീനെ ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യില്ല. ഇത് കഴിച്ചവരും കഴിക്കാത്തവരും തമ്മിൽ കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് കഴിച്ചു വെച്ചിട്ട് ഫെർട്ടിലിറ്റിക്ക് അങ്ങനെ ഒരു മേജർ ആയിട്ടുള്ള ഒരു വ്യത്യാസവും കണ്ടുപിടിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് ജനറലി സേഫ്. ഇൻഫാക്ട് ന്യൂലി മാരീഡ്, അതായത് ഇപ്പം കല്യാണം കഴിച്ചിട്ട് കുറേ പേഷ്യൻസ് വരും, അവർ UAE പോവാണ് ഒരു വർഷത്തേക്ക്. 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏതാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസാണ് കൊടുക്കാറ്. കാരണം റെഗുലറായിട്ട് പീരീഡ്സ് വരും, ഇന്ന് നിർത്തുമ്പോൾ പീരീഡ്സ് വരും, വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പം അങ്ങനെ 1 ഇയർ ഒക്കെ സുഖമായിട്ട് കൊടുക്കാറുണ്ട്. ഇത് ഒരു ദിവസമൊക്കെ മിസ്സായ പ്രശ്നമുണ്ടോ? യെസ്. ഇപ്പോൾ ഉള്ള ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ഡോസ് പിൽസാണ്. പണ്ട് കുറച്ചുകൂടെ ഹയർ ഡോസ് ആയിരുന്നു. അപ്പോൾ ഈ ലോ ഡോസ് ആയതുകൊണ്ട് മിസ്സാവാൻ പാടില്ല. ബട്ട് ഇഫ് അറ്റ് ഓൾ നമ്മൾ മിസ്സായാൽ അന്നത്തേതും തലേ ദിവസത്തെയും കൂടെ ഒരുമിച്ച് കഴിക്കുക. ആൻഡ് ദെൻ യു കണ്ടിന്യൂ സാധാരണ കഴിക്കാൻ സാധാരണ കണ്ടിന്യൂ ചെയ്യാം. സ്ത്രീകളിലെ വെയിറ്റ്, അതേപോലെ സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെ എങ്ങനെയാണ് ഫെർട്ടിലിറ്റീനെ ബാധിക്കുന്നത്? ഈ 3 പറഞ്ഞ കാര്യങ്ങളും ഡെഫിനറ്റ്ലി ബാധിക്കും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റബോളിക് ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻറ്റ്, വെയിറ്റ് അല്ല. ഞാൻ പണ്ട് പോയൊരു ട്രെയിനർ പറഞ്ഞിരുന്നു, ഈ വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മെറ്റബോളിസം പാരാമീറ്റേഴ്സ്, ഇപ്പോൾ ഫാസ്റ്റിംഗ്, ലിപ്പിഡ് പ്രൊഫൈൽ, എല്ലാ ടെസ്റ്റുകളൊക്കെ നോർമലാണെങ്കിൽ യു ക്യാൻ ക്യാരി ദിസ് ബോഡി അറൗണ്ട്. നമുക്കിപ്പോൾ പുള്ളപ്പ് ചെയ്യാം, പുഷപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ആരെ പറയുന്നത് വെയിറ്റ് കൂടുതലാണ്? ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്. ഇറ്റ്സ് നോട്ട് നമ്മളൊരു സൈസ് 0 അല്ലല്ലോ ഹെൽത്തിന്റെ ഒരു ഡെഫിനിഷൻ. സോ ഈ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, തടി എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റബോളിക് ഹെൽത്ത് ആണ്. അപ്പോൾ നമുക്ക് വയറിന് ചുറ്റും ഈ ഫാറ്റൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്, PCOS ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് സ്ത്രീകളിൽ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരിലും ഈ വയറ് കൂടുതലൊക്കെ ഉള്ളവർക്ക് എഗെയിൻ ഫാറ്റി ലിവർ മാത്രമല്ല, അവർക്ക് ഇറക്ഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. സെമിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ സ്ത്രീകളിലാണെങ്കിൽ ഇഞ്ചക്ഷൻ്റെ ഡോസസ് കൂടും. നമ്മൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് വെയിറ്റിനനുസരിച്ചിട്ട് മെഡിസിൻ്റെ ഡോസസ് കൂടുതൽ വേണ്ട ചാൻസ് ഉണ്ട്. അതുപോലെ അബോർഷൻസിന് ചാൻസ് കൂടുതലാണ് വെയിറ്റുള്ള സ്ത്രീകൾക്ക്. പ്രസവത്തിൻ്റെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ്, മുറിവുണങ്ങുക, ഇപ്പോൾ സിസേറിയനൊക്കെ ചെയ്യുമ്പോൾ മുറിവുണങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അങ്ങനെ വെയിറ്റിന് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സ്മോക്കിംഗ് ആണ്, ഇഫ് യു ടെൽ മീ ഈ 3-ൽ
ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഹാബിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ സ്മോക്കിംഗ്. സ്മോക്കിംഗ് സ്ത്രീകൾക്ക് വളരെ മോശമാണ്. അണ്ടത്തിൻ്റെ ക്വാളിറ്റി വളരെ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അബോർഷൻസ്, കുഞ്ഞിന് പ്രോബ്ലംസ് ഉണ്ടാവുക, അങ്ങനെ സ്മോക്കിംഗ് ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഹാബിറ്റ്സ്. സെയിം വിത്ത് മെൻ. ഇപ്പോൾ സ്ത്രീ സ്മോക്ക് ചെയ്യുന്നില്ല, പുരുഷൻ മാത്രമാണ് സ്മോക്ക് ചെയ്യുന്നതെങ്കിലും എപ്പോഴും പാസീവ് സ്മോക്കിങ്ങിലുള്ള റിസ്ക് സ്ത്രീക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും കപ്പിൾസിനോട് രണ്ടുപേരോടും 3 മാസമെങ്കിലും സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ പ്രഗ്നൻസിക്ക് ശ്രമിച്ചാൽ മതി. ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് അല്ലേ? വെരി ഡിഫിക്കൾട്ട്. ആൽക്കഹോൾ അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല. ആൽക്കഹോൾ ശരിക്കും അസോസിയേഷൻസ്, നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻസ് ഒക്കെ പറയുന്നത് ഒരു ഡ്രോപ്പ് പോലും കഴിക്കാൻ പാടില്ലെന്നാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഒരു ഡ്രിങ്ക് വൺസ് ഇൻ എ വൈൽ സ്റ്റിൽ ഓക്കെ. പക്ഷേ ബിഞ്ച് ഡ്രിങ്കിങ് ഇസ് നോട്ട്. പക്ഷേ ഒരു ഡ്രിങ്ക് എപ്പോഴെങ്കിലും ഒരു സോഷ്യൽ ഡ്രിങ്ക് ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് സ്മോക്കിംഗ് ഇസ് നോട്ട്. കപ്പിൾസ് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴേ അവർക്ക് ഭയങ്കര ഗിൽറ്റ്, ഷെയിം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഗിവ് അപ്പ് ചെയ്യാനൊക്കെ രണ്ടുപേർക്കും ഒരേ മനസ്സോട് കൂടിയിട്ട് അവർ ചിലപ്പോൾ ഒരുപാട് ട്രൈ ചെയ്യണം എന്നില്ല. ഒരാൾക്ക് ചിലപ്പം മടുത്തു പോകും, ചിലപ്പം ഫിസിക്കലി ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ യൂഷ്വലി എങ്ങനെയാണ് അങ്ങനത്തെ കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാറ്? പ്രഗ്നൻസി ഒരു കപ്പിളിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് ആണ്. രണ്ടുപേരും ഈക്വലി ഇൻവോൾവ് ആണെങ്കിലേ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ ഇൻ ഇറ്റ് ടുഗെദർ. പിന്നെ കൂടുതലും എൻ്റെ പേഷ്യൻസിൽ ഹസ്ബൻഡും വൈഫും അല്ല, പുറത്തുള്ള ഫാക്ടേഴ്സാണ് കുറച്ചും കൂടി ഇഷ്യൂ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുള്ളത്. വിശേഷം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? എക്സാക്ട്ലി ദാറ്റ്. നിങ്ങൾ ഒന്ന് നേരത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ പറയും ഇപ്പോഴേ നേരത്തെ എന്തിനാ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്, കുറച്ച് നാൾ തന്നെ ട്രൈ ചെയ്തിട്ട് നോക്കിയാൽ പോരെ. അല്ല, ലേറ്റ് ആയി പോയാൽ പറയും നിങ്ങൾ അപ്പോഴേ നോക്കണമായിരുന്നു, നിങ്ങൾ വൈകിപ്പോയി. ഒരു ഡോക്ടറെ കാണിച്ചാൽ പറയും ഈ ഡോക്ടർ കൊള്ളൂല, മറ്റേ ഡോക്ടറാണ് കുറച്ചുകൂടെ നല്ലത്, അവിടെ എന്തുകൊണ്ട് പോയില്ല, അവിടെ പോയാൽ പറയും ഇതല്ല മറ്റേ ഡോക്ടറാണ് നല്ലത്, എൻ്റെ ഫ്രണ്ടിന് അവിടുന്ന് ഗർഭമായി. സോ എന്ത് ചെയ്താലും, ഈ കപ്പിൾ എന്ത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മുടെ ഒരു സമൂഹം. ഇൻഫാക്ട് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയും നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞോളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 6 മാസത്തേക്ക് ഗർഭത്തിന് നോക്കണ്ടെന്ന്. സോ ദേ ഗെറ്റ് സം റെസ്റ്റ്. ഇത് ഈ ഒരു കോൺസ്റ്റന്റ് സ്ട്രെസ് എന്നൊരു റെസ്റ്റ് കിട്ടും പേഷ്യൻസിന്. അപ്പം തന്നെ അവർ ചിലപ്പോൾ കൺസീവ് ചെയ്യും. അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. സോ നമ്മൾ അവർക്ക് ഇപ്പം എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും, ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും, യുനോ അവർക്കാണല്ലോ ഏറ്റവും ആഗ്രഹം പ്രഗ്നൻ്റ് ആവണം എന്നുള്ളത്, മോർ ദാൻ എനിബഡി എൽസ്. അപ്പോൾ നമ്മൾ അവർക്കൊരു ബ്രേക്ക് കൊടുക്കുക, സപ്പോർട്ട്. പക്ഷേ ഇങ്ങനെ ഹരാസ് ചെയ്യാൻ പാടില്ല, ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഹരാസ് ചെയ്യാൻ പാടില്ല. പിന്നെ എല്ലാവരും ഗർഭമാവും. ഞാൻ 15 ഇയേഴ്സായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ചില ആൾക്കാർ സ്വന്തം ഗർഭമാവും, ചില ആൾക്കാർക്ക് ഒരു മെഡിസിൻസ് മതിയാവും, അവർ ഗർഭമാവും. അല്ലെങ്കിൽ IUI, IVF, ഇനിയിപ്പോൾ അഡോപ്ഷൻ ആയിക്കോട്ടെ, സറഗസി ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരു പാത്ത് ഉണ്ട്. നമുക്ക് മുന്നേ കാണാൻ പറ്റില്ല, അത് നമുക്ക് പോകെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ വിൽ ഓൾ റീച്ച് ദെയർ. ഡിഫറെന്റ് സെയിം ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഡിഫറെന്റ് വേസ് ടു റീച്ച് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പം പൊതുവെ കല്യാണം കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം പെട്ടെന്ന് ഒരു പ്രഗ്നൻസി യൂഷ്വലി ആരും പ്രിഫർ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു 1 or 2 ഇയേഴ്സ് വേണ്ട, ഐ മീൻ ലൈക്ക് നമ്മളൊന്ന് ജെല്ലാവട്ടെ അല്ലെങ്കിൽ നമ്മളൊന്ന് സ്റ്റേബിൾ ആവട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും വെൻ ദേ സ്റ്റാർട്ട് ട്രൈയിങ് ചിലപ്പോൾ 1-2 വർഷമൊന്നും അവരൊരു ഡോക്ടറെ കാണാനൊന്നും വരാറില്ല. ദേ കീപ്പ് ഓൺ ട്രൈയിങ് ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അപ്പോഴാണ് ശരിക്കും വരിക. ശരിക്കും എപ്പോഴാണ് ഇഫ് ദേ വോണ്ട് എ ചൈൽഡ് ആൻഡ് ദേ ജസ്റ്റ് ട്രൈഡ് ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഫെർട്ടിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ വന്ന് കാണേണ്ടത്? ഇപ്പം നമ്മളൊരു കപ്പിളിൽ സ്ത്രീയുടെ പ്രായം ഒരു 30-35 താഴെയാണെങ്കിൽ നമുക്കൊരു 1 ഇയർ സ്വന്തം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചാൽ മതി, അതിലൊരു പ്രശ്നവും ഇല്ല. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു പ്ലഷറബിൾ സെക്സിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലാതെ തിരിച്ചല്ലല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഒരു 1 ഇയർ അവർ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ 35-ന് ശേഷമാണെങ്കിൽ ഒരു 6 മാസമൊക്കെ ട്രൈ ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇനിയിപ്പോൾ 40 ഒക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ മുൻപ് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പോൾ മുൻപ് പറഞ്ഞ പോലെ AMH ഹോർമോൺ കുറവാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓവറിയിൽ എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റൊക്കെ ഉണ്ടായിട്ട് സർജറി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അണ്ടത്തിനോ ബീജത്തിനോ ഇൻസൾട്ട്സ് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയുമെങ്കിൽ നമ്മൾ വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് നോക്കുന്നതാണ് നല്ലത്. IVF, IUI ആൻഡ്
എഗ് ഫ്രീസിങ്. ഉം. ഇത് 3ഉം ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. അതെന്താണെന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവണ പോലെ പറഞ്ഞു തരുമോ? ഓക്കെ. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഒരു പ്രഗ്നൻസി എങ്ങനെയാ ആവണത്? അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം വരുന്നു. ഉം. ബന്ധപ്പെടുമ്പോൾ ബീജം സെർവിക്സിൽ ഉം. വീഴും. ഇത് ട്രാവൽ ചെയ്ത് പോയിട്ട് ഉം. നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് അണ്ഡം ബീജവും മീറ്റ് ചെയ്ത് എംബ്രിയോ ആയിട്ട് എംബ്രിയോ യൂട്രസിൽ പോയി വളർന്നിട്ടാണ് പ്രഗ്നൻസി ആവുന്നത്. യെസ്. സോ IUI എന്ന് പറഞ്ഞാൽ ആ. ഇറ്റ് ഈസ് ജസ്റ്റ് ബെറ്റർ സെക്സ്. അതായത് ആ. നമ്മൾ ബീജം എടുക്കണു. ആ. ഹസ്ബൻഡിന്റെ ബീജം എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളത് യൂട്രസിൽ വെക്കുന്നു. യൂട്രസിൽ നിക്ഷേപിക്കുന്നു. ഓക്കെ. അപ്പോൾ അവർ തന്നെ ട്രൈ ചെയ്യുന്നതിന് പകരം നമ്മളത് യൂട്രസിൽ നിക്ഷേപിക്കുന്നു എന്ന് മാത്രമാണ് IUIയിൽ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടെ നമ്മൾ ഈ വാഷ് ചെയ്യുമ്പോൾ മോട്ടിലിറ്റി കൂടും. ബീജത്തിന് ഓക്കെ. മോട്ടിലിറ്റി കുറയും. ആ. അപ്പോൾ കുറച്ച് മോട്ടിലിറ്റി കുറവുള്ള പേഷ്യൻസിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തെ കാര്യം ടൈമിങ് കറക്റ്റ് ആയിരിക്കും. നമ്മൾ അണ്ഡം പൊട്ടാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ആ. ആ കറക്റ്റ് ടൈമിംഗ് ടൈമിലാണ് ബീജം നോക്കിയിട്ടാണ്. കൊണ്ടുവെക്കുക. ഓക്കെ. സി വൺ ഓഫ് ദ മോസ്റ്റ് പ്രോബ്ലംസ് ദാറ്റ് പേഷ്യൻസ് സഫർ എന്താ വെച്ചാൽ ഈ ടൈമിൽ പോയി കോണ്ടാക്ട് ചെയ്യാൻ പറയുന്നതാണ്. ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ. ആ ഒരു നമ്മളൊരു ഡേറ്റും ടൈമും ഒക്കെ നോക്കി ഈവൻ പറ്റില്ല. ഇഫ് വി ആർ നോട്ട് നമുക്കുള്ളിൽ ഓൾറെഡി ആ ഒരു സ്ട്രെസ് ഉണ്ടാവും. പെർഫോമൻസ് ആങ്സൈറ്റി. നമ്മൾ ആ സമയത്ത് ഇത് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ 2-3 മാസമൊക്കെ പേഷ്യൻസ് പറയില്ല. 4ാമത്തെ മാസമാകുമ്പോൾ അവർ വന്നിട്ട് പറയും ഡോക്ടർ ഈ പറഞ്ഞ പറ്റില്ല. സമയമൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറയും. സോ ഈ ഒരു ആങ്സൈറ്റി അവർക്ക് മാറിക്കിട്ടും. നമ്മളത് യൂട്രസിൽ നിക്ഷേപിക്കും. പിന്നെ ഉള്ളതിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്പേംസ് എത്തും കറക്റ്റ് ടൈമിലെത്തും. ഓക്കെ. സോ ഇങ്ങനെ ആയതുകൊണ്ട് സാധാരണ നമ്മൾ സ്വന്തം ട്രൈ ചെയ്യുമ്പോൾ 5% ഒരു മാസം ഗർഭധാരണ സാധ്യത ഉണ്ടാവുള്ളൂ. ഉണ്ടാവുക. ആ. IUI ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതൊരു 15% ആയിട്ട് കൂടും. ഇനി IVF എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ത്രീയുടെ അണ്ഡാശയത്തിൽ നിന്ന് കുറച്ച് അണ്ഡങ്ങൾ എല്ലാ മാസവും വളരാൻ റെഡിയാവും. അപ്പോൾ ഈ എല്ലാ അണ്ഡങ്ങളെയും നമ്മൾ ഇഞ്ചെക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഉം. നമ്മൾ വളർത്തിയെടുക്കും. ഓക്കെ. എന്നിട്ട് അത് ഉള്ളിൽ കൂടെ സ്കാൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ആ. സ്കാൻ ചെയ്യുന്ന പ്രോബ് കണ്ടിട്ടില്ലേ? ആ. ആ പ്രോബ് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഈ അണ്ഡങ്ങളൊക്കെ വലിച്ചെടുക്കും പുറത്തേക്ക്. ഈ അണ്ഡങ്ങളെ പുറത്ത് വെച്ചിട്ട് ഓരോ സ്പേമും ഇഞ്ചെക്ട് ചെയ്യും ഉള്ളിലേക്ക്. എന്നിട്ട് എംബ്രിയോ ആക്കിയിട്ട് വെക്കുന്നതാണ് IVF. അപ്പോൾ IVF കുറച്ച് കാര്യപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ്. കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ പെയിൻഫുൾ. നോ നമ്മൾ അനസ്തീഷ്യ കൊടുക്കും. ഓ. പക്ഷേ ഇഞ്ചെക്ഷൻസ് ചെറിയ പെയിൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് പെയിൻലെസ് ഇഞ്ചെക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. വിത്തൗട്ട് പ്രിക്കിങ്. പ്രിക്ക് പോലും ചെയ്യേണ്ടാത്ത ഇഞ്ചെക്ഷൻസ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രിക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇൻസുലിൻ സിറിഞ്ചസ് ആണ്. നമ്മൾ പ്രായമുള്ളവരൊക്കെ ഇൻസുലിൻ എടുക്കില്ലേ? അതുപോലത്തെ സിറിഞ്ചസ് ആണ്. ഇറ്റ്സ് നോട്ട് അങ്ങനെ ഒരു വേദന ഇല്ല. ഉണ്ടാവും ചെറിയ പെയിൻ എന്തായാലും ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമുക്ക് അണ്ഡത്തിന്റെ ക്വാളിറ്റി അസസ് ചെയ്യാം. ആ. അണ്ഡം മൈക്രോസ്കോപ്പിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അണ്ഡം നമുക്ക് വെറും കണ്ണിൽ കാണാൻ പറ്റില്ല. ആ. അപ്പോൾ ഈ അണ്ഡം എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാം. ബീജമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നറിയാം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ എന്നറിയാം. എംബ്രിയോ ആവുന്നുണ്ടോ എന്നറിയാം. നമുക്ക് അറിയാൻ പറ്റാത്തത് ഈ എംബ്രിയോ യൂട്രസിൽ പോയിട്ട് വളരുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് യൂട്രസ് അതിനെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അത് ശരിക്കും ലോക്ക് ആൻഡ് കീ പോലെയാ. അത് ഓ. അങ്ങനെ പോയിട്ട് യോജിച്ച് വളരണം. അതിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സും സത്യം പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചിട്ടില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കിപ്പോൾ വീട്ടിൽ ബ്രദേഴ്സ് സിസ്റ്റർ ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ രണ്ടുപേരും അച്ഛൻ്റെ അമ്മയുടെയും തന്നെയല്ലേ എംബ്രിയോസ്. ബട്ട് വി ആർ സോ ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ ഹ്യൂമൻ എംബ്രിയോയുടെയും കഴിവുകളും അറ്റാച്ച് ചെയ്യാനുള്ള കഴിവും എല്ലാം വ്യത്യാസമാണ്. സോ നമുക്ക് ഏത് എംബ്രിയോ അറ്റാച്ച് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കാഴ്ച മാത്രമാണ്. അതായത് നമ്മൾ എല്ലാ ചെയ്യുന്ന ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റ്സും ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നോട്ട് ക്വാളിറ്റേറ്റീവ്. എന്ന് പറഞ്ഞാൽ നമുക്കത് കാഴ്ചയിൽ ഉഷാറാണ്, ഗ്രേഡ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ലൈക്ക് ഇപ്പം ഞാൻ ഫറേനെ കാണുമ്പോൾ നല്ല സുന്ദരി കുട്ടിയാന്ന് പറഞ്ഞാൽ നമുക്ക് സ്വഭാവം ഹസ്ബൻഡിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേപോലെയാണ് അല്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ എംബ്രിയോയുടെ നമുക്ക് കാഴ്ചയിലുള്ള അസസ്മെന്റ് വെച്ചിട്ട് നമുക്ക് നമുക്ക് ചെയ്യാം. പിടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഓൾവേസ് നല്ല ഗ്രേഡിലുള്ള എംബ്രിയോയ്ക്ക് ചാൻസസ് ഫോർ പ്രഗ്നൻസി കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ നമുക്കൊരു പാർട്ട്ണർ ഇല്ല വെച്ചോളൂ. നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണ്, പക്ഷേ ഉറപ്പില്ല കല്യാണം കഴിക്കുമെന്ന്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു സിംഗിൾ വിമൻ. പക്ഷേ നമുക്കൊരു ഭാവിയിലേക്ക് ഒരു ഫെർട്ടിലിറ്റി ഓപ്ഷൻ വെക്കണമെങ്കിൽ ഈ ഊസൈറ്റ്സ് മാത്രം ഫ്രീസ് ചെയ്ത് വെക്കാം. ഇതേപോലെ നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കുക. അണ്ഡം വലുതാവുമ്പോൾ നമ്മൾ ട്രാൻസ്വജൈനലി അണ്ഡങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ഏതൊക്കെയാണോ നല്ല ക്വാളിറ്റി ഉള്ള ഊസൈറ്റ്സ് അതിനെ മാത്രം നമുക്ക് ഫ്രീസ് ചെയ്യാം. ഓക്കെ. നമ്മൾ അതിൽ സ്പേം ഒന്നും ഇഞ്ചെക്ട് ചെയ്യുക, ഫെർട്ടിലൈസേഷൻ ഒന്നും ഇല്ല. സോ വി ഹാവ് ഓപ്ഷൻസ്. ഭാവിയിൽ ഈ കുട്ടി ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് IVF ചെയ്യാം.
ഓക്കെ. ഇനിയിപ്പോ ഈ കുട്ടിക്ക് കല്യാണം കഴിക്കേണ്ട വെച്ചോളൂ. ആ. പാർട്ട്ണർ എന്നാലും ഇല്ല. അങ്ങനെ. പാർട്ട്ണർ ഇല്ല. ആ. പക്ഷെ സ്റ്റിൽ ഇഫ് ഷി വാണ്ട്സ് എ പ്രഗ്നൻസി യാ. നമുക്കൊരു ഡോണർ സ്പേം വെച്ചിട്ട് ആ. പ്രഗ്നൻസി ആവാം. നമുക്ക് ഓക്കെ. അങ്ങനെ ഒരു നിയമം പോസ് ഉണ്ട്. ഇന്ത്യയിലുണ്ട്. ഉണ്ട്. സ്ത്രീകൾക്ക് മാത്രാട്ടോ. ഓക്കെ. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സിംഗിൾ വിമനും പ്രഗ്നൻസിക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഉണ്ട്. പക്ഷെ പുരുഷന്മാർക്ക് ഇപ്പോ ഞാൻ എന്റെ സ്പേം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അണ്ടം അങ്ങനെ കിട്ടില്ല. അങ്ങനെ കിട്ടില്ല. നമുക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട്. നമ്മളങ്ങനെ അത്ര അവൈലബിൾ ആണ്. ഐ തിങ്ക് പുരുഷന്മാർക്ക് ആ പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ പറ്റില്ലല്ലോ. ആ, Probably അതുകൊണ്ടാണ്. that's ആസ് why. ഇൻ അപ്പൊ ഒരു സരോഗസി പോലെ ആ. ട്രൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് നിയമങ്ങൾ വെച്ചിട്ട് പറ്റില്ല. ആ. ഭാവിയിൽ വന്നുകൂടാന്നില്ല കേട്ടോ. ആ. ഇത് എത്രത്തോളം ലൈക്ക് നമ്മുടെ ഹോർമോൺസ് ഒക്കെ വെച്ച് ഉള്ള പരിപാടിയാണ്? ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഇതാണോ? അങ്ങനെ ബിക്കോസ് IVF കടന്നു പോകുന്ന ആൾക്കാരൊക്കെ പൊതുവെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് എന്ന്. അതിനിപ്പം ഈ പുറത്തുനിന്നുള്ള പ്രഷർ കൊണ്ടാണോ അതോ ലൈക്ക് ഇന്റേണലി ആണോ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഐ വുഡ് സേ യെസ്. ഈ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതാണെങ്കിലും ഐ തിങ്ക് മോർ ദാൻ ഇഞ്ചെക്ഷൻസ് നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വന്നു. പുറത്തുനിന്നുള്ള ആൾക്കാർ പറയും ഓ ഇത് IVF ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോഴും പറയും ഈ IVF എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആൾക്കാരുടെ അണ്ടവും ബീജമൊക്കെ എടുത്തു വെക്കും. ഫാമിലിയുടെ പ്രഷർ ഉണ്ടാവും. കുറേ ആൾക്കാർ ഫാമിലിനോട് പറയാതെയാ ചെയ്യുക. കാരണം വീട്ടിൽ പോയി പറയാൻ പറ്റില്ല ഇത് IVF ആ ട്രീറ്റ്മെന്റ് എന്നുള്ള. അപ്പോൾ ഇത് ശരിയാവണം. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം IVF ഒരു എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ പൈസ ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പം കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആവണം നിർബന്ധമില്ല. IVFന് 60% ആണ് ചാൻസ് ഓഫ് സക്സസ്. ഏറ്റവും നല്ല ലാബിൽ ചെയ്താലും അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാരണമുള്ള സ്ട്രെസ് ഉണ്ടാവും. പെയിൻ മാത്രമായിരിക്കില്ല. പിന്നെ നമുക്കൊരു ഹോപ്പ് അല്ലേ ഇത് റെഡിയാവോ ആവുമോ നമ്മളൊരു പരീക്ഷ എഴുതണ പോലെ തന്നെയാണല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്ട്രെസ്ഫുൾ പ്രൊസീജിയർ ആണ്. പക്ഷെ ഐ തിങ്ക് വിത്ത് റൈറ്റ് സപ്പോർട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറും ഫാമിലിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ബ്യൂട്ടിഫുൾ തിങ്. പിന്നെ ഈ IVF ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കുറെ ആൾക്കാർക്ക് ട്വിൻസ് ഉണ്ടാവണത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും അതൊരു റിയാലിറ്റി തന്നെയാണോ? അങ്ങനെ ഉണ്ടോ? യെസ്. എൻ്റെ പേജിൽ കുറേ ട്വിൻസിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ഉണ്ട് ആക്ച്വലി. അത് സംബന്ധിച്ച് നമ്മൾ IVF ചെയ്യുമ്പോൾ സക്സസ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 എംബ്രിയോസ് ചിലപ്പോൾ യൂട്രസിൽ നിക്ഷേപിക്കും. അത് രണ്ടും ചിലപ്പോൾ അത് രണ്ടും പിടിക്കും. അല്ലെങ്കിൽ ഒരു എംബ്രിയോ വെച്ചാലും അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഐഡന്റിക്കൽ ട്വിൻസ് വരിക. 2 എംബ്രിയോയും പിടിക്കുമ്പോഴാണ് നമുക്ക് ഐഡന്റിക്കൽ അല്ലാത്ത ട്വിൻസ് വരിക. പക്ഷെ ഇത് ട്വിൻസ് ആവാൻ വേണ്ടി ചെയ്യണതല്ല കേട്ടോ. നമ്മൾ IVFന്റെ സക്സസിനെ ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ 5 ദിവസമൊക്കെ വളർന്ന ഭ്രൂണങ്ങളാണെങ്കിൽ നമ്മൾ സാധാരണ ഒരെണ്ണേ വെക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ്, അതായത് 2-3 പ്രാവശ്യം മുൻപ് IVF ചെയ്ത് ഫെയിൽ ചെയ്ത ആൾക്കാരൊക്കെയാണ് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ എംബ്രിയോസ് വെക്കുക. നമുക്ക് ലോസ് പ്രകാരം മാക്സിമം 3 എംബ്രിയോ വരെ വെക്കാൻ പറ്റുള്ളൂ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ചിട്ട്. പുറത്തെ കൺട്രീസിലൊക്കെ സാധാരണ അവരൊറ്റ എംബ്രിയോയെ വെക്കുള്ളൂ. നമ്മളിവിടെ സക്സസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം പുറത്ത് വെച്ചാൽ മാക്സിമം ഇൻഷുറൻസ് ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ പേഷ്യൻസിന്റെ ഹാർഡ് ഏൺ മണിയാണ്. അപ്പം പ്രഗ്നൻസിയുടെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 എംബ്രിയോസ് വെക്കുന്നത്. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ട്വിൻ പ്രഗ്നൻസി എപ്പോഴും ഒരു സിംഗിൾ പ്രഗ്നൻസിനേക്കാളും ഡിഫിക്കൽട്ട് ആയിരിക്കും. അതെ, ഇവര് ഡെലിവറി ചെയ്ത് വാവകളെ കൈ കിട്ടിയാൽ നമ്മൾ സമാധാനമാണ്, സന്തോഷമാണെന്നേ ഉള്ളൂ. എല്ലാ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. നേരത്തെ പ്രസവിക്കും, വെയിറ്റ് കുറവാവാൻ സാധ്യതയുണ്ട്, NICU അഡ്മിഷൻസ്, അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി ഇപ്പം ഒരു 30s ഒക്കെ കഴിഞ്ഞ ആൾക്കാർ, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ എനർജി ഒക്കെ കുറവായി തുടങ്ങുന്നുണ്ടാവും. അവർക്കൊരു ഷിഫ്റ്റ് ഒക്കെ ഫീൽ ചെയ്യും. ദേ മേ ഫീൽ ടയേർഡ് ആൻഡ് എവറിത്തിങ്. സോ ദേ വിൽ ഗൂഗിൾ എല്ലാ സിംപ്റ്റവും. നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ ഗൂഗിൾ ചെയ്യും. ഞാനും അത്തരത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ശരിക്കും എന്താണ് അവരുടെ അടുത്ത് ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഞാൻ പറയട്ടെ, ഞാൻ മുന്നേ പറഞ്ഞ കാര്യം, നമ്മൾ അറിയണം. നമുക്ക് കുഴപ്പം എന്താ നമ്മൾ ഫസ്റ്റ് നമ്മൾക്ക് ആ ഒരു അറിവുണ്ടാവണം അബൌട്ട് അവർ സെൽസ്. ഇപ്പോൾ എനിക്ക് ഈ പീരിയഡ്സ് ശരിയല്ല എന്ന് ഉറപ്പായിട്ട് നമുക്ക് അറിഞ്ഞാലേ നമുക്ക് പോയിട്ട് അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഐ എം ഫീലിംഗ് ലോ, ദിസ് ഇസ് നോട്ട് മീ, എനിക്ക് ഫറ്റീഗ് കൂടുതലാണ്, എൻ്റെ വെയിറ്റ് ലോസ് ഇങ്ങനെ വരാൻ പാടില്ല, ഞാൻ ഇത്ര കഴിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഐ എം ലൂസിങ് വെയിറ്റ്. അപ്പം ഈ സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലാണെന്നൊക്കെ അറിയണേ നമ്മൾക്ക് നമ്മളെക്കുറിച്ചിട്ട് നല്ല ബോധ്യം ഉണ്ടാവണം. സോ നോയിങ് യുവർ സെൽഫാണ് ഒരു ഗൈനക് പെർസ്പെക്റ്റീവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. എൻ്റെ പീരീഡ്സ് ഇതാണ്, ഇതിന് അബ്നോർമൽ ആണെന്നുള്ളത് ഞാൻ അറിയണം. എൻ്റെ ബ്രസ്റ്റ് ഇങ്ങനെയാണ്, എൻ്റെ ബ്രസ്റ്റിൽ ഒരു ലംബ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആക്സിൽ കക്ഷം ഭാഗത്ത് ഒരു സാധനം ഉണ്ട്, അത് അബ്നോർമലാണ്, മുന്നേ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ. സോ ഐ തിങ്ക് നമ്മളെക്കുറിച്ചിട്ടുള്ള ഒരു സെൽഫ് അവെയർനെസ് ആണ് ആസ് എൻ ബോഡി ആൻഡ് മൈൻഡ്. നമുക്ക് ആ ഫീലിംഗ് ലോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കുറേ ആൾക്കാർ ഡീപ്പ് ഡിപ്രഷനിൽ പോയിട്ടാണ്
കുറേ ആൾക്കാർ പറയാറുണ്ട് നമ്മളൊരു വെല്ലിൽ കിടന്നിട്ട് കിണറിനുള്ളിൽ കിടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഫീലിംഗ് വരെ എത്തും. അതിന് മുന്നേ ആക്ച്വലി ദേ ക്യാൻ ഗെറ്റ് ട്രീറ്റഡ്. പക്ഷെ ആരും സീക്ക് ചെയ്യണ്ടേ നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ആരും ഇങ്ങോട്ട് വന്ന് ട്രീറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ആ ഒരു റിയലൈസേഷനാണ്, നമ്മളെക്കുറിച്ചിട്ടുള്ള റിയലൈസേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ ഒരു ലൈക്ക് ഒരു സ്ത്രീ രോഗ വിദഗ്ധ ആവാൻ ശരിക്കും എന്താണ് ഒരു റീസൺ? ബിക്കോസ് ഇപ്പം ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പം യൂഷ്വലി ഒരുപാട് സ്ത്രീകളെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് ഓ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് സ്ത്രീകളുടെ കാര്യം എന്ന് പറയാനാണ് പോസിബിലിറ്റി. പക്ഷെ ഡോക്ടർ എന്നോട് ബിഗിനിങ്ങിലേ പറഞ്ഞത് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് എത്തിയത്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ത്രീകള് സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഹാവ് ലോഡ് ഓഫ് വിമൻ ഫ്രണ്ട്സ്. വളരെ നെർച്ചറിങ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും നല്ലത് സംഭവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ മദറിലോ ആണെങ്കിലും എല്ലാവരും കേട്ടോ, എൻ്റെ ലൈഫിലുള്ള എല്ലാ സ്ത്രീകളും ഭയങ്കര നല്ല ആൾക്കാരാണ്. നോട്ട് ജസ്റ്റ് ദാറ്റ്, സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അവർ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. സോ എനിബഡി അവർക്കൊരു പ്രോബ്ലം ആയിട്ട് വരികയാണെങ്കിൽ എനിക്ക് പറ്റുന്ന മാക്സിമം ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു പേഴ്സണാണ് ഞാൻ. ഐ ഫീൽ വിമൻ ആർ സോ നൈസ്. നമുക്ക് കുറേ ഇക്യു ഉണ്ട്, നമുക്ക് ആൾക്കാർ നന്നാവണം എന്ന് മോഹമുണ്ട്. പണ്ടത്തെ ഈ സീരിയലിലൊക്കെ കാണുന്ന പോലുള്ള ആൾക്കാരൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. അത് ഐ ഡോണ്ട് ബിലീവ്. ഈ അസൂയ കുശുമ്പുള്ള സ്ത്രീകളൊക്കെ മേ ബി എല്ലാ ഇതിലും ഉണ്ടാവും കുറച്ച് ശതമാനം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മുടെ ഒരു സമൂഹത്തിൽ വളരെ കുറവാണത്. അപ്പോൾ ഐ തിങ്ക് എവറി വിമൻ ഡിസേർവ്സ് ടു ബി ഹാപ്പി ആൻഡ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു ഹെൽപ്പ് ദം. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഇത് എല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഫെമിനൈൻ എനർജി ഉള്ള സ്ത്രീകളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവരത് ഗ്രേസ്ഫുള്ളി ക്യാരി ചെയ്യണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബട്ട് ഞാൻ ചില സമയത്തൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് ദറ്റ് വിമൻ ആയതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ എനിക്കുള്ളത് എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ ഐ പേഴ്സണലി ഫെൽറ്റ് കൊള്ളാം, ആസ് എൻ ലൈക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ, അതിൻ്റെ കൂടെ അവരുടെ കൂടെയുള്ള പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ എന്ന് യെസ് യെസ്. ആശംസിക്കുന്നു. താങ്ക് യു സോ Thank you so മച്ച്. താങ്ക് യു much. ഫെറ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇത്രയും നല്ല ഡ്രസ്സസ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ കേട്ടോ. നമുക്ക് മേക്കപ്പ് ചെയ്യാം, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ അത് ഉണ്ട്. Yeah. ഷോപ്പിംഗ്, ആ, അതെ. മെൻസ് ലൈഫ്സ് ആർ സോ ബോറിംഗ്. അതെ, ഒരു പാൻറ് ഒരു ഷർട്ടോ അവരുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. താങ്ക് യു ഫെറ. കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് തന്നതിന് താങ്ക് യു സോ ഇറ്റ് വാസ് റിയലി നൈസ് മീറ്റിംഗ് യു ടു. താങ്ക് യു സോ Thank മച്ച്. you.